Attention please. All the students of classes 11th and 12th are requested to assemble in the main auditorium now itself. I repeat, all the students of classes 11th and 12th are requested to assemble in the main auditorium now itself. Thank you. കുറച്ച് പേര് കേസ് പറയുള്ളൂ, കുറച്ച് പേര് ഇല്ലാന്ന് പറഞ്ഞു. എന്താ നമ്മൾ അത് ഹോം ചെയ്യാറാണ് ഡേറ്റ് ആയത് മാത്രമല്ല ക്ലാസ്സിൽ പോയിച്ചിരിക്കുന്നതല്ലേ. ചെയ്യാൻ പറയുമ്പോൾ എങ്ങനെ നോ പറയുക? നീ അങ്ങനെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാൻ പറ്റാത്തത്? നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അവരെന്തൊക്കെ വിചാരിക്കുക ഞാൻ നോ പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരുടെ കൂടെ കൂട്ടിയിട്ടില്ലെങ്കിലോ, അല്ലേ? ഇങ്ങനെ പല പല കൺസേൺസാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതേ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിന് ഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ സാഡായിട്ടോ ഹാപ്പി ആയിട്ടോ വാട്ട് എവർ ഇറ്റ് മേ ബി നിങ്ങൾ ആദ്യം ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ പാരൻസിനോടാണ്. ഓക്കെ, സെക്കൻഡ് പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ട്രസ്റ്റവർത്തി ആയിട്ടുള്ള ടീച്ചർ, മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ക്ലാസ് ടീച്ചർ തന്നെ ആയിരിക്കില്ല, ക്ലാസ് ടീച്ചറിൻ്റെ അടുത്താണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ.
സംസാരിക്കും. അവള് പണ്ടത്തെ പോലെ അല്ല ടീച്ചറെ. അവള് കുറെ ഡ്രഗ്സ് ഉപയോഗിക്കും. ഒന്നാമത് അവളെ വീട്ടില് ആകെ പ്രശ്നമാണ്. അതൊക്കെ കൂടാതെ അവൾ എന്നെയും കൂടി ഫോഴ്സ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടത്. അവന്തിക, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അത് വേറെ തന്നെ ഒരു ലോകമായിരുന്നു. അവളില്ലാത്ത ഒരു പ്രോഗ്രാമോ സ്കൂൾ ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും അവളെ മുമ്പിലായിരുന്നു. അത്രയ്ക്ക് ആക്റ്റീവായിരുന്നു. അവളെ പാട്ടും ഡാൻസൊക്കെ എത്ര രസമായിരുന്നു അറിയാം. പക്ഷെ അവളെ അമ്മയുടെ മരണം അവളെ വല്ലാതെ തളർത്തി. അവളാകെ മാറാൻ തുടങ്ങി. അവളെ സ്റ്റെപ്പ് മദറിൻ്റെ അവോയ്ഡൻസ് അവളാകെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഇല്ല, നീ വേണമെങ്കിൽ വിളിച്ചോ. ആവശ്യമുള്ള സമയത്ത് കുട്ടികൾ കൊതിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സാമീപ്യം അവർക്ക് ലഭ്യമാകണം. അല്ലാത്ത പക്ഷം കുട്ടികൾ വഴിതെറ്റിപ്പോവാനിടയുണ്ട്. ഈ അവസരം മുതലെടുക്കാനായി പുറത്ത് കഴുകൻ കണ്ണുകളുമായി ചിലർ കാത്തിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. തനിക്കെന്നെ മനസ്സിലായോ? ഞാൻ പണ്ട് തൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ അവിടെ ഇല്ല, സ്റ്റഡീസിന് വേണ്ടി അവിടെ നിന്ന് മാറി. തൻ്റെ ഇൻസ്റ്റാ റീൽസൊക്കെ ഞാൻ കാണലുണ്ട്. നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി. സ്കൂളുകളും കോളേജുകളും ലക്ഷ്യം വെച്ച് ലഹരി മാഫിയ പിടിമുറുക്കുകയാണ്. നമ്പർ ഒന്ന് തരും.
പാതയിലേക്ക് എത്തുമ്പോഴേക്കും തിരിഞ്ഞു മടങ്ങാനാവാത്ത വിധം ലഹരിയുടെ ചുഴികളിൽ പെടുന്നവർ. എപ്പോഴാണോ കുട്ടികളുടെ നെഞ്ചിടിപ്പ് വായിച്ചെടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കാതെ പോകുന്നത്, അപ്പോഴാണ് രക്ഷിതാക്കൾ പറയുന്നത് കുട്ടിക്കും, കുട്ടി പറയുന്നത് രക്ഷിതാക്കൾക്കും മനസ്സിലാവാതെ വരുന്നത്. ലഹരിക്കടിമപ്പെട്ട് ജീവിതം പൊലിഞ്ഞു പോകുന്നവർ നിരവധി. നീ എന്തായാലും ആളെ പോയി വിളിച്ചിട്ട് വാ. ശുഭകരമായ നാളെകൾ സൃഷ്ടിക്കാൻ താങ്ങും തണലുമായി നിൽക്കേണ്ടവർ നാം ഓരോരുത്തരുമാണ്. ചുഴി, ഇത് കെട്ടകാലത്തിൻ്റെ നേർക്കാഴ്ച. വിദ്യാർത്ഥികൾ ലഹരി മാഫിയകൾ ഒരുക്കിയ ചതിക്കുഴികളിൽ ജീവിതം ഹോമിക്കുന്നു. ഇവിടെ പഴി പറയേണ്ടത് രക്ഷിതാക്കളെയോ അധ്യാപകരെയോ അല്ല. സമൂഹത്തിലെ ഓരോ വ്യക്തിയും അവരുടെ കടമ നിറവേറ്റാതെ ഇതിന് അറുതി വരുത്താനാവില്ല. പുഴ പോലെ ഒഴുകേണ്ട കാലത്ത് പുഴുപോലെ ഇഴയാതെ ഒന്നിച്ച് ഒന്നായി മുന്നേറാം. പൊന്നിൻ കാണിക്കുന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ കനവിലോ കുളിരുമാ വിരിയും മുഖമിനി മഷി